ഒരു ഫെബ്രുവരിയിൽ ധോണിയുടെ ഒപ്പം എനിക്കൊരു 4 ആഡ്സ് ചെയ്യാൻ പറ്റി. ആ ഒരു ആഡ്സിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്തേ. അത് ചേച്ചീനെ കുറിച്ച് അധികം ആൾക്കും അറിയാത്തൊരു കാര്യം പറയണം. അത് ചേച്ചീനെ കുറിച്ച് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നു. അതായത് ചേച്ചി 400+ ആഡ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, കുറച്ചു നാളായി ഞാനൊരു ഈ ഒരു ആഡിന്റെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. 2008 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് ടൈറ്റന്റെ ആഡ് വെച്ചിട്ട്. അറൌണ്ട് 400+ ഉണ്ട്. അത് നാഷണൽ ആഡ്സും ഉണ്ട്, ഡൊമസ്റ്റിക് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ ഈ ആഡ് ഫിലിംസിന്റെ അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്? നമ്മള് ആർട്ട് ഫിലിംസ് ഞാൻ ആദ്യം തുടങ്ങിയത് ഞാൻ ഇതുപോലെ കമ്പയർ ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലെ കമ്പയർ ചെയ്യുമായിരുന്നു. അഡ്വർടൈസ്മെന്റ് ചെയ്യും, മൂവി ചെയ്യും, അതിന്റെ കൂടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പ്രൊഫഷണൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആർട്സ് അല്ലേ ചോദിച്ചത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ആർട്സ് എന്ന് വെച്ചാൽ. വലിയ ആർട്സ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു 3 ദിവസം 4 ദിവസമേ വരുള്ളൂ. അല്ലാതെ ആർട്സ് ഒക്കെ ഓൺലി 1 ഡേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നാഷണൽ ആഡ് ആണെങ്കിൽ പോലും നമ്മൾ മുംബൈ അല്ലെങ്കിൽ കാശ്മീർ ആയിരുന്നു എന്റെ ഐഡിയയുടെ ആഡ്, അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി, അങ്ങനെയൊക്കെ ആയിരിക്കും നാഷണൽ ആർട്സിന്റെ ഒക്കെ സെറ്റ് വരിക. അതൊക്കെ 1 ഡേയുടെ ഉണ്ട്. കോൾഗേറ്റിന്റെ ആഡ് സമാന്ത, സമാന്തയുടെ കൂടെ എനിക്ക് 1 ഡേ ആഡായിരുന്നു. നല്ല ആഡായിരുന്നു. അതേപോലെ ഐഡിയ അഭിഷേക് ബച്ചന്റെ കൂടെ നല്ല ആഡായിരുന്നു. അത് അയ്യ ഫിലിമിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആയിരുന്നു അവർ ചെയ്തത്, നമ്മുടെ ക്രോം പിക്ചേഴ്സ്. അപ്പൊ ആ സെറ്റിലൊക്കെ ചെല്ലുമ്പോ എന്നോട് ചോദിക്കും, മലയാളി അല്ലേ, പൃഥ്വിരാജിനെ അന്വേഷിച്ചൊന്ന് പറയണോന്നൊക്കെ. ഞാൻ പറയാം. ഇതുവരെ പൃഥ്വി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, ഇതൊന്ന് പറയാൻ. ആർട്സ് അതാണ്, നമുക്ക് കംഫർട്ടബിൾ ആണ്. വളരെ ഒരു ജോലി ചെയ്യുന്നവർക്കും നമുക്കിപ്പോ ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും 1 ഡേ ഒരു ലീവ് ഒക്കെ എടുത്ത് പോയി ചെയ്യാവുന്ന ഒരു മേഖലയാണ് ആർട്സ്. പിന്നെ അതിന്റെ ഹൈ റെമ്യൂണറേഷൻ ഒക്കെ നല്ല ഹൈ ആയിരിക്കും, ഫെസിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ നമുക്ക് കുറെ മീൻസ് ട്രാവലിംഗ് എല്ലാം നല്ല ഭയങ്കര 5 സ്റ്റാർ 7 സ്റ്റാർ ഒക്കെ ഫെസിലിറ്റി ആയിരിക്കും, ട്രാവലിംഗും സ്റ്റേയും എല്ലാം. അതാണ് ആർട്സിന്റെ ഒരു ലൈം ലൈറ്റ്. ആർട്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റിനെ ഈ ഒരു പ്രോഡക്റ്റിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇതിനെ വിറ്റയക്കാൻ. അങ്ങനെ അന്നേരം നമ്മൾ കൂടുതൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം. പിന്നെ അതിനെ അതൊരു നാച്ചുറൽ ആക്കി ചെയ്യണം. എക്സ്പ്രഷനും വേണം, പക്ഷെ നാച്ചുറാലിറ്റി ഉണ്ടാവണം. അപ്പൊ ചേച്ചി ആഡ്സ് റിയലി എൻജോയ് ചെയ്യുന്നുണ്ടോ ചെയ്യണത്? അതോ മൂവി പ്രോജക്ട്സ് ആണോ കുറച്ചും കൂടെ? ആഡ്സ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു സമയത്ത് ആദ്യമൊക്കെ തുടക്കത്തില് ഒരു മാസം ഒരു 5-6 ആഡ്സ് ഒക്കെ ചെയ്ത മാസങ്ങളുണ്ട്. അപ്പൊ TV കാണിക്കുമ്പോ ഓണമൊക്കെ വരുമ്പോ ഒരെണ്ണം കഴിഞ്ഞ ഉടനെ ഒരെണ്ണം, അങ്ങനെ കുറെ ആഡ്സ് വരുമ്പോ ഉള്ള ഒരു സന്തോഷം ഭയങ്കരമാണ്. പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളിപ്പം ഈ മിമിക്രി രംഗത്ത് നിൽക്കുന്ന അല്ലെ മിമിക്രി രംഗം നോക്കാം, അവരെല്ലാം അഭിനയത്തിൻ്റെത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും റിയാലിറ്റി ഷോ വരുന്നത്.